വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ ബാംഗ്ലൂർ നല്ല കിടിലൻ വെതറാണ് കേട്ടോ. ഒരു നല്ല മഴയൊക്കെ പെയ്ത് തോർന്ന് നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട്. നമ്മുടെ പഴയ ബാംഗ്ലൂർ വെതറിലേക്ക് തിരിച്ചു പോയ പോലെ. ഞാൻ ഇവിടെ വെതർ ഫോർകാസ്റ്റ് പറയാൻ വന്നതല്ല കേട്ടോ. ഞാൻ ഓർത്തു ഇന്ന് നല്ലൊരു വെതറൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുകയെന്ന്. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഓർത്തു അതൊക്കെ അങ്ങോട്ട് ആൻസർ ചെയ്താലോ എന്ന്. അപ്പോ ഇതായിരുന്നു കേട്ടോ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആൻസർ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂജയാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ജോബ് ആൻഡ് ഇൻ വിച്ച് കമ്പനി യു ആർ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ? സോ എന്റെ ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സക്സസ് മാനേജർ ആണ്. ഞാൻ ഇവിടെ ഇപ്പോ ഈ ഒരു കമ്പനിയിൽ 3 കൊല്ലമായി വർക്ക് ചെയ്യണു. ഏത് കമ്പനി എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ ഒരു MNCയിലാണ് വർക്ക് ചെയ്യണത്, ബാംഗ്ലൂർ ബേസ്ഡ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ. സോ അതാണ്, ദാറ്റ് ഇസ് ദാറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബബിത കിരൺ ആണ്. ഹൗ യു മാനേജിങ് യുവർ വർക്കിംഗ് അവേഴ്സ് ആൻഡ് വ്ളോഗ്സ് ആൻഡ് പേഴ്സണൽ ലൈഫ് ടുഗെദർ? സോ എന്റെ വർക്കിംഗ് അവേഴ്സ് വന്നിട്ട് 2 o'clock to 11 o'clock ആണ്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 11 വരെ. അപ്പൊ അതിന് മുന്നേ ഉള്ള ഫുൾ സമയവും എനിക്ക് രാവിലെ ഫുള്ള് എനിക്ക് എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. ലൈക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാൻ, നടക്കാൻ പോവാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ എടുത്ത വീഡിയോസ് വ്ളോഗ്സ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെയുള്ള ടൈം ഞാൻ കണ്ടുപിടിക്കുന്നത് രാവിലെയാണ്. രാവിലെ ഫുൾ ടൈം ഞാൻ ഫ്രീ ആണ്. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വയ്ക്കുന്നതും രാവിലെയാണ്. ഉച്ചയ്ക്ക് 2 to 11 വർക്ക് അവേഴ്സിൽ ഞാൻ യൂഷ്വലി എൻ്റെ വർക്കായിട്ട് വളരെ ഇൻവോൾവ് ആണ്. സോ അങ്ങനെയാണ് ഞാൻ വർക്കും വ്ളോഗ്സും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫും ഹാൻഡിൽ ചെയ്യാറ്. പിന്നെ ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ വ്ളോഗ് ചെയ്യാറ്. അല്ലാണ്ട് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ടൈം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നില്ല. സോ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്ത് പോവാറ്. ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലുള്ള എനിക്ക് തോന്നുന്നു ഒരു 5 to 10% നമ്മൾ വ്ളോഗ് ചെയ്യണമല്ലോ. ബാക്കി എല്ലാ സമയവും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്. സോ അതുകൊണ്ട് അങ്ങനെയാണ് അത് മാനേജ് ചെയ്യണം. ഇറ്റ്സ് എ വെരി ഗുഡ് ബാലൻസ്. ലൈക്ക് എൻ്റെ വർക്കും എൻ്റെ പേഴ്സണൽ ലൈഫും പിന്നെ വ്ളോഗ്സും ഒക്കെ നല്ലൊരു ബാലൻസ് ഉണ്ട് എനിക്കിപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ അതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, എനി അപ്ഡേറ്റ്സ് ഓൺ ബൈയിങ് മഹീന്ദ്ര XUV 9e? പ്രണവ് സതീഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വ്ളോഗുകളിലായിട്ട് പറയുന്നതാണ് കേട്ടോ. ദർ ആർ അപ്ഡേറ്റ്സ്. പക്ഷെ ഏതാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗ്സിലായിട്ട് പറയാം കേട്ടോ. ഐ ഡെഫിനറ്റ്ലി മെൻഷൻ ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാറ ചെറിയാനാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഹാവ് യു എവർ തോട്ട് ഓഫ് ഗോയിങ് ടു ഫോറിൻ ടു സെറ്റിൽ? ഇഫ് യെസ്, ഐഷ ചേച്ചിയുടെ നെയ്ബർ ആയാൽ പൊളിച്ചാന് കേട്ടോ. ഫോറിനിൽ സെറ്റിൽ ആവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ കുഞ്ഞതായിരുന്നു. അപ്പൊ ലൈക്ക് ജസ്റ്റ് വർക്കിന് കയറി അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നുമല്ലോ ഈ പുറത്ത് പോയി സെറ്റിൽ ആയ ആൾക്കാരെ കാണുമ്പോൾ. അപ്പൊ എനിക്ക് നല്ല എന്റെ കസിൻസിൽ പലരും പുറത്ത് സെറ്റിൽഡ് ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് സെറ്റിലായി അടിപൊളിയായിരിക്കില്ലേ, ഭയങ്കര കൂളായിരിക്കില്ലേ എന്നൊക്കെ. പക്ഷെ വളർന്നു വന്നപ്പോഴത്തേക്കും ആസ് വി ഗ്രോ അപ്പ് ഞാൻ പഠിച്ചു പുറത്ത് സെറ്റിലായ ആൾക്കാര് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. ലൈക്ക് അവർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നമുക്കൊരു ഹൗസ് ഹെൽപ്പിനെ വേണമെങ്കിലോ ഇപ്പൊ ഒരു പ്ലംബറിനെ വേണമെങ്കിലോ ഇലക്ട്രീഷ്യനെ വേണമെങ്കിലോ നമുക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെത്തും. അപ്പൊ നമ്മളുടെ നമുക്ക് ചെയ്യേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് അവരെടുക്കുകയാണ്. ലൈക്ക് ഇപ്പൊ വീട്ടില് ഒരു ചേച്ചി വരുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നോക്കിക്കോളും. അപ്പൊ ആ ടൈം എനിക്ക് വേറെ പല കാര്യങ്ങളും, എനിക്ക് ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ എനിക്ക് 2 വീഡിയോസ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വർക്കിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ എനിക്ക് കുറെ സമയം എക്സ്ട്രാ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിലിറ്റി പിന്നെ റിസോഴ്സ് ക്രഞ്ച് ഒക്കെ കാരണം നമുക്ക് അങ്ങനെ അത്രയും ഒരു ലക്ഷറി നമുക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് അത്ര ലക്ഷറി നമുക്ക് ഉണ്ടാവില്ല എന്ന്. കാരണം എന്റെ ഫ്രണ്ട്സ് കുറെ പേര് സെറ്റിൽഡ് ആണ് പുറത്ത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പുറത്ത് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമില്ല. ഡെഫിനറ്റ്ലി ഒരു 1-2 മാസമൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് അവിടെ താൽക്കാലികമായി സ്റ്റേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് നമ്മുടെ ബാംഗ്ലൂർ വീട്ടിലേക്ക് ഒന്ന് തിരിച്ചു വരണം. മെയിൻ റീസൺ എനിക്ക് വേണ്ടപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ചാടി എൻ്റെ അപ്പയുടെ അമ്മയടുത്തും വൈഷ്ണവിന്റെ അച്ഛൻ്റെ അമ്മയടുത്തും പോകാൻ പറ്റണം. പിന്നെ എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയും ഫ്രണ്ട്സൊക്കെ എപ്പോഴും അടുത്ത് വേണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ റൂട്ട് ഇവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം.
കാരണം എനിക്ക് വേണ്ടപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോവാം, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ല അങ്ങനെ എന്ത് വേണമെങ്കിലും ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് പുറത്താണെങ്കിൽ ഇത്ര ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടെന്നല്ലേ പറയണേ, ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഐ ഹവ് നെവർ തോട്ട് ഓഫ് ലൈക്ക് ഇപ്പോൾ ലേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല. ഐശ്വര്യൻ്റെ അഭിപ്രായം പൊളിച്ചാനെ, ആക്ച്വലി പൊളിച്ചാനെ കേട്ടോ, ഞങ്ങൾ പൊളിച്ചടിക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ നിൽക്കാൻ. ലൈക്ക് സ്ഥിരമായിട്ടല്ലെങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു 1-2 മാസമാണെങ്കിലും അവളുടെ നെയ്ബറായിട്ട് പോയി നിൽക്കാൻ ഡെഫിനറ്റ്ലി യെസ്. ബിക്കോസ് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ടൈം ഇസ് നെവർ ഇനഫ് എന്ന് തോന്നാറുണ്ട്. പെട്ടെന്ന് ഒരു 2-3 ദിവസമൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ആഴ്ചയാണെങ്കിലും എനിക്ക് അത്രയും സമയം പോരാ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത്രയും നമുക്ക് സമയം കിട്ടുള്ളൂ. സോ യാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാമിലി പ്ലാനിങ്, ബേബി പ്ലാൻ, അനന്തു ആൻസി, സ്വാതി കുമാർ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് റിലേറ്റഡ് ആയിട്ട്. എന്താ ഞാൻ പറയുക, എനിക്കതിനൊരു ഡെഫിനറ്റീവ് ആൻസർ ഇല്ല, പക്ഷെ ഉണ്ട്. ഫാമിലി പ്ലാനിങ് ഇസ് ദേ. അതിന് കൂടുതൽ എന്താ അതെനിക്ക് എങ്ങനെയാണ് ഇലാബറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഫാമിലി പ്ലാനിങ് ഉണ്ട്. യാ, നമ്മളെല്ലാവരും അറിയുമ്പോൾ അറിയും, അത്ര എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി യെസ്, എനിക്കാണെങ്കിലും വൈഷ്ണവനാണെങ്കിലും കുട്ടികൾ വേണം എന്നുള്ള ആൾക്കാരാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാത്തിമ നസറീൻ ഷാഹിർ ആണ് ചോദിച്ചിരിക്കുന്നത്, റിലേഷൻഷിപ്പ് അഡ്വൈസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് തിങ് മനസ്സിലേക്ക് ഓടി വന്നത് സെൽഫ് റെസ്പെക്ട് എന്നുള്ള കാര്യമാണ്. സോ നമ്മളുടെ ഏത് റിലേഷൻ ആണെങ്കിലും ലൈക്ക് ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഹസ്ബൻഡ് വൈഫ്, ഫ്രണ്ട്ഷിപ്സ്, പേരൻസ് ആയിട്ടുള്ള റിലേഷൻ, എന്ത് റിലേഷൻ ആണെങ്കിലും സെൽഫ് റെസ്പെക്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് റെസ്പെക്ട് കിട്ടാത്തടത്ത് നിൽക്കരുത് എന്നുള്ള വളരെ സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ്. സെക്കൻഡ് തിങ് ഇസ് നമ്മൾ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊരു റിലേഷൻ ആണെങ്കിലും നമുക്ക് ഡെഫിനറ്റ്ലി തല്ലുപിടുത്തം, ഇപ്പൊ സങ്കടമൊക്കെ ഏതൊരു റിലേഷനിലും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു പെർഫെക്റ്റ് റിലേഷൻ ഡസന്റ് എക്സിസ്റ്റ്. ഐ മീൻ പെർഫെക്റ്റ് റിലേഷനിൽ ഇതൊക്കെ വേണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലുള്ള ആളാണ് ഞാൻ. പക്ഷെ നമുക്ക് സങ്കടം മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ റിലേഷനിൽ ഡൗട്ട് ആണ്, അല്ലെങ്കിൽ നമുക്ക് തീരെ റെസ്പെക്ട് കിട്ടുന്നില്ല, നമ്മൾ ഭയങ്കര സങ്കടത്തിലാണ് ആ റിലേഷനിലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് മെന്റ് ടു ബി. നമുക്ക് നമ്മുടെ വഴി പോകാനുള്ള സമയമായിരിക്കണം. നമുക്കത് ഉള്ളതിനേക്കാളും ആ റിലേഷൻ ഇല്ലാണ്ടിരിക്കുകയായിരിക്കും ഭേദം എന്ന് നമുക്ക് തോന്നും, അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ. സോ അങ്ങനെ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡെഫിനറ്റ്ലി അതായിരിക്കും എൻ്റെ ഉത്തരം കേട്ടോ. ലൈക്ക് നമുക്ക് നമ്മുടെ റെസ്പെക്ട് കിട്ടുന്നുണ്ടോ. സെക്കൻഡ് തിങ് ഇസ് നമുക്ക് സന്തോഷമുണ്ടോ, ആർ വി ഹാപ്പി ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. തേർഡ് തിങ് ഇസ് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും തല്ലുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അത് ഇസ് ഇറ്റ് മേക്കിംഗ് യുവർ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ. സോ ഇത് മൂന്നുമായിരിക്കും എൻ്റെ ജഡ്ജിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ആരായാലും ടേക്ക് എ കോൾ എന്നേ ഞാൻ പറയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഐശ്വര്യന്റെ വളകാപ്പ് കഴിഞ്ഞിട്ടുള്ള കുറെ വീഡിയോസിൽ ലൈക്ക് കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ. ആ സാരി ഞാൻ എവിടുന്നാ പർച്ചേസ് ചെയ്തതെന്നുള്ളത് അത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഞാനത് ആമസോണിൽ അല്ലെങ്കിൽ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ്. ലാസ്റ്റ് മിനിറ്റ് ആണ് ഞാൻ ഓർത്ത് എനിക്കൊരു സാരി ഓൾറെഡി ഉണ്ട്. പക്ഷെ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് പോവാറായപ്പോഴത്തേക്ക് ലൈക്ക് ഐശ്വര്യ അടുത്തേക്ക് ട്രാവൽ ചെയ്യാറായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ആ സാരി എനിക്ക് അത്ര പോരാ. അപ്പൊ പോയി മേടിക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആമസോണിൽ നോക്കിയിട്ട് ആ സാരിയും ബ്ലൗസും രണ്ടും ഞാൻ ബ്ലൗസ് റെഡിമെയ്ഡ് ആണ്, സാരിയും ബ്ലൗസും രണ്ടും ഞാൻ ആമസോണിൽ നിന്നോ മിന്ത്രയിൽ നിന്നോ മേടിച്ച് ഞാൻ നോക്കിയിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാട്ടോ. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളത് ചെക്ക്ഔട്ട് ചെയ്യുക. അതിന് അധികം വിലയൊന്നുമില്ല, ഒരു 1500 ആ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണത്. ബ്ലൗസിന് എനിക്ക് തോന്നുന്നു അതിനെക്കാട്ട് വില ഉണ്ടായിരുന്നു. സോ ഞാൻ രണ്ടും ടാഗ് ചെയ്തേക്കാട്ടെ. ഐ മീൻ യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അരുണയാണ്. വേർ ഇൻ ബാംഗ്ലൂർ ആർ യു പീപ്പിൾ ഫുഡി? വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സേവിംഗ് ആൻഡ് കരിയർ ഗ്രോത്ത്? സോ വേർ ഇൻ ബാംഗ്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൗത്ത് ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. ഈ ബെനർഘട്ട ആ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. ഫുഡി ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ രണ്ടുപേരും, എന്നെയാണെങ്കിലും വൈഷ്ണവനെയാണെങ്കിലും കണ്ടറിയാം ഞങ്ങൾ ഭയങ്കര ഫുഡീസാണ്. എൻ്റെ വ്ളോഗ്സിൽ എപ്പോഴും ഫുഡ് ഒരു ഭയങ്കര ഫാക്ടറാണ്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചോ, ഞാനില്ലെങ്കിൽ വൈഷു ആദ്യം നോക്കുന്ന കാര്യം അവിടെ എവിടെയൊക്കെ വിസിറ്റ് ചെയ്യാന്നുള്ള മുന്നേ വാട്ട് ആർ ദ പോപ്പുലർ ഡിഷസ് ടു ട്രൈ എന്നുള്ളതായിരിക്കും എൻ്റെ സെർച്ച്. ഇതിൽ എന്താണ് എൻ്റെ സെർച്ചിൽ ഫസ്റ്റ് കിടക്കുന്നത്, വൺ ഓഫ് ദ ഫസ്റ്റ് സംഭവങ്ങൾ. അപ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ബോത്ത് ഫുഡീസ്. പിന്നെ വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സേവിംഗ് ആൻഡ് കരിയർ ഗ്രോത്ത്? ഇത് മൂന്നും ഐ കനോട്ട് സ്ട്രെസ് ഇനഫ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ദീസ് ത്രീ. ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സേവിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം കേട്ടോ.
ഞാൻ കുഞ്ഞുനാളിലെ, അതായത് വളരെ കുഞ്ഞതായിരിക്കും, ഒരു 5th പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ പപ്പ എന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നതാണ്. ലൈക്ക് അപ്പൊ തന്നെ ഞങ്ങൾക്ക് പോക്കറ്റ് മണി തരും. പപ്പ തന്നെ ഞങ്ങളത് പോസ്റ്റ് ഓഫീസിലൊക്കെ കൊണ്ട് അങ്ങനെ ഇടിയിക്കും. സോ ഞങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, അത് സേവ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ശീലം ഞങ്ങൾക്ക് കുഞ്ഞുനാളിലെ തൊട്ട് ഇൻകൾക്കേറ്റഡ് ആണ്. സോ അതുകൊണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പപ്പ കുറെ കാര്യങ്ങളിൽ എനിക്ക് റോൾ മോഡൽ ആണെങ്കിലും ഈ ഒരു കാര്യം വളരെ മെയിൻ ആണ്. ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സും ഒക്കെ പപ്പയാണ് പഠിപ്പിച്ചത്. അപ്പൊ കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ അങ്ങനെ സേവ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും എനിക്ക് വളരെ എളുപ്പമാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്. എനിക്ക് ഫിനാൻസ് കാര്യത്തിൽ ഭയങ്കര എളുപ്പമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ, എനിക്കിഷ്ടമാണ് ചെയ്യാൻ. സോ ഞാൻ ഈ മാർക്കറ്റൊക്കെ ഇത്തിരി പഠിക്കും, സ്റ്റോക്സ്, പിന്നെ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മോസ്റ്റ്ലി നോക്കുന്നത് ഞാനാണ്. ഞങ്ങൾക്ക് ഒരു ടീമുണ്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇൻവെസ്റ്റ്മെന്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് പിന്നീട് ഒരു കാലത്ത് ലൈക്ക് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേക്കും ആരുടെയും മുന്നിൽ കൈ നീട്ടാണ്ട് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് എമൗണ്ട് ഉണ്ടാവണം നമ്മുടെ കാര്യങ്ങൾ നടത്താൻ എന്ന് വളരെ സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സേവിങ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 രൂപ നമുക്ക് സാലറി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക മാസം. നമുക്ക് ഇതിൽ 1,000 രൂപ സേവ് ചെയ്യാൻ പറ്റില്ലേ? ഇഫ് നോട്ട് 2,000, 1,000 രൂപ സേവ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അത് ചെയ്ത് ശീലിക്കുക. അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ആവും. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഇത് അടിപൊളി കാര്യമാണല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. എൻ്റെ സാലറി ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ശീലം. പണ്ട് ഞാൻ ബൈജൂസിൽ കയറിയപ്പോൾ തൊട്ട് ഞാൻ സേവ് ചെയ്യാറുണ്ട്. ഒരു പങ്ക് ലൈക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ ഒരു പങ്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ്സിനാണ്. ബാക്കിയാണ് ഞാൻ എത്രയാണ് അടിച്ചു പൊളിക്കാനുള്ളത്, റെന്റ് കൊടുക്കാനുള്ളതൊക്കെ ബാക്കിയാണ് നോക്കുക. സോ അതാണ് അത്. പിന്നെ കരിയർ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റും കൂടിയാണ്. ലൈക്ക് എന്തിനാണല്ലോ ഇപ്പൊ കരിയറിൽ മാത്രമല്ല, പേഴ്സണലി, ഫിനാൻഷ്യലി, കരിയർ വൈസ് എല്ലാത്തിലും ഗ്രോത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അങ്ങനെയാണ് നമ്മളെ തന്നെ അളക്കുക. ലൈക്ക് നമ്മളുടെ പ്രോഗ്രസ് നമ്മൾ അളക്കുക നമ്മുടെ ഗ്രോത്തിലൂടെയല്ലേ. ഇപ്പോൾ നമ്മളൊരു 2 കൊല്ലം മുന്നേ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പൊ ചിന്തിക്കുന്നത്. ഒരുപാട് മാറിക്കാണും ചിന്താഗതി. അതിൽ തന്നെ 2 കൊല്ലം മുന്നേ നമ്മൾ വർക്ക് ചെയ്ത രീതിയിലായിരിക്കില്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുറേ കൂടി കാര്യങ്ങൾ അറിയാം, കുറേ കൂടി കാര്യങ്ങൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഡെഫിനറ്റ്ലി കരിയർ ഗ്രോത്ത് നമുക്കൊരു അളവ് പോലാണ് നമ്മൾ എത്ര നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് വന്നു എന്ന് തീരുമാനിക്കാൻ. ആൻഡ് നമ്മൾ എപ്പോഴും അപ്ഗ്രേഡഡ് ആയിരിക്കുക നമ്മളുടെ ഫീൽഡിൽ. ഇപ്പൊ ഞാൻ കസ്റ്റമർ സക്സസ് ഫീൽഡിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറെ ഇപ്പോഴും ഞാൻ സർട്ടിഫിക്കേഷൻസ്, ലിങ്ക്ഡിനിൽ അപ്ഡേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നാളെ നമുക്ക് വേറൊരു ജോലി അന്വേഷിക്കുമ്പോൾ ആൾക്കാർ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ള ആൾക്കാർക്ക് അറിയാനുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ ലിങ്ക്ഡിനിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ സർട്ടിഫിക്കേഷൻസിലൂടെയാണ്. സോ അത് എപ്പോഴും ഓൺ ടോപ്പ് ഓഫ് ദ ഗെയിം ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഫ്രം ബൈജൂസ് ഇൻ ദിസ് 7 years എൻ്റെ കരിയറിൽ 8 ആവാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇൻ ദിസ് 8 years എനിക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ബിക്കോസ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് ഐ ഹാവ് ഡൺ. ലൈക്ക് ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും ചെയ്തതുമായിട്ടുള്ള കാര്യം കൊണ്ട് ഞാൻ ആ ഒരു പ്രോഗ്രഷൻ എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കോസ്മോസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ചോദിച്ചിരിക്കുന്നത്. അത് 4 questions ആണ് കേട്ടോ. First question, why does Aishwarya still call your husband Vaishak sir? I understand he was a manager at first, but I would love to hear your personal perspective on it. Why does Aishu call him Vaishak sir? എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല കേട്ടോ. അവള് റെസ്പെക്ട് കൊണ്ട് മാത്രം വിളിക്കണമെന്നല്ല കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു റെസ്പെക്ടിനെക്കാട്ടും കൂടുതൽ നമ്മളിങ്ങനെ സേർനെയിം വിളിക്കില്ലേ, പൽക്ക മാത്യു എന്ന് പറയുന്ന പോലെയാണ് അവൾക്ക് വൈശാഖ് സർ. അപ്പോൾ പുള്ളിയുടെ പുള്ളിയുടെ ലാസ്റ്റ് നെയിം ആണത് എന്നുള്ള രീതിയിലാണ് അവൾ വിളിക്കാറ്, അല്ലാണ്ട് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് റെസ്പെക്ട്. അപ്പോൾ ഞാൻ അവളോട് ഇതുവരെ ചോദിച്ചിട്ടില്ല നീ എന്തുകൊണ്ട് സാറിനെ വിളിക്കണമെന്ന്. ഞാൻ എന്തായാലും ആ വിളി മാറ്റി, ഇല്ലെങ്കിൽ നല്ല ബോറായാണ്. ലൈക്ക് ഭർത്താവിനെ വൈശാഖ് സർ എന്ന് അഡ്രസ് ചെയ്യണം, ഭയങ്കര ബോറായാണ്. ഞങ്ങൾ 2 പേരുടെ മാനേജറായിരുന്നു. ഫോർ ദോസ് പീപ്പിൾ ഹു ഡോണ്ട് നോ, ഞങ്ങൾ 2 പേരുടെ മാനേജറായിരുന്നു വൈശാഖ്. ഞാൻ പുള്ളിനെ കെട്ടി. അപ്പോൾ ഐശ്വര്യ സ്വാഭാവികമായിട്ടും ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഭർത്താവായി. അപ്പോൾ അവളിപ്പോഴും ആ വിളി കണ്ടിന്യൂ ചെയ്ത് ഞാൻ ആ വിളി നിർത്തി. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പേഴ്സ്പെക്റ്റീവ് ഒന്നുമില്ല അവൾ എന്തിനാ വിളിച്ചത്, ഞാൻ ചോദിക്കാറുമില്ല. നോട്ട് വെരി ബോധേർഡ്. അവൾക്ക് വേണ്ടത് വിളിക്കട്ടെ, അത്ര തന്നെ. Second one, have you ever experienced any major relationship insecurities either in the past or now? Relationship insecurities എനിക്ക് തോന്നുന്ന പോയിന്റിൽ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ. പ്രീവിയസ് റിലേഷൻസ്, യെസ്. ലൈക്ക്
ഇപ്പൊ എനിക്ക് അറിയാം ഇങ്ങനെ ഇൻസെക്യൂരിറ്റീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ ലേറ്റ്ലി ഐ ഹവ് നോട്ട് ഫെൽറ്റ് എനിത്തിങ് ലൈക്ക് കല്യാണം കഴിഞ്ഞ ശേഷം ഐ ഡോണ്ട് തിങ്ക് ഐ ഈവൻ ഫെൽറ്റ് എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. പക്ഷെ മുമ്പ് ഓഫ് കോഴ്സ് നമുക്ക് പൊസസീവ്നെസ് ഉണ്ടാവും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു വരില്ല, എങ്ങനെ ഹൗ ഡസ് എ റിലേഷൻഷിപ്പ് വർക്ക്. റിലേഷൻഷിപ്പിലുള്ള ആൾക്ക് ഈക്വൽ സ്പേസ് കൊടുക്കണം. നമുക്ക് എത്ര സ്പേസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ അത്ര തന്നെ സ്പേസ് അയക്കും കൊടുക്കണം. പിന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പാടില്ല, വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ആൾക്കാരെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചു വരിക. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ സ്പേസ് വേണം, പുള്ളിക്ക് പുള്ളിയുടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിന്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ബേസ് എന്ന് ഞാൻ വളരെ ഫേമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ നീഡ് ടു ബി ഇൻസെക്യൂർ ഇൻ എനി റിലേഷൻഷിപ്പ്. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ ബേസിക്കലി മറ്റേയാളെ പഠിച്ചിട്ട് അയാൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് വെച്ചാൽ അത് കൊടുക്കുക. ആൻഡ് ഒന്നിനെയും പ്രഷർ ചെയ്യാണ്ടിരിക്കുക, സ്ട്രെസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോഴാണ് റിലേഷൻ ഭയങ്കര സ്മൂത്ത് ആവുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഇത്. ബട്ട് ഐ ഫെൽറ്റ് ഇൻസെക്യൂരിറ്റീസ്. ബട്ട് അത് ഞാൻ മാനേജ് ചെയ്യാൻ പഠിച്ചു. അത് ഇപ്പോൾ ഇല്ല. സോ ദിസ് വൺസ് എ ബിറ്റ് ഡിഫറെന്റ്. Third question ആണ് കേട്ടോ. This one's a bit different. Do you ever overthink or worry about something bad happening like death to someone you love, such as Vaishak, your mom, dad or anyone close to you? ഇതെനിക്ക് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും നമ്മളുടെ വേർസ്റ്റ് ഫിയർ ആയിരിക്കും ഇപ്പോൾ ഈ വായിച്ചത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാനൊരു ഓവർ തിങ്കറാണ്. എനിക്ക് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ഓവർ തിങ്കിങ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ആങ്സൈറ്റി ഇല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഞാൻ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഇപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് മിണ്ടാണ്ടായിരിക്കണം, ചിലപ്പോൾ അവരുടെ തിരക്ക് കാരണമായിരിക്കും അവർ മിണ്ടാണ്ടിരിക്കണേ. പക്ഷെ എനിക്കിങ്ങനെ മിണ്ടാണ്ടായിരിക്കും, അയ്യോ അവരെന്താ മിണ്ടാത്തത്, അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തെങ്കിലും എന്നോട് കുഴപ്പമുണ്ട്, ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അത്ര ബോധേഡല്ല. ബിക്കോസ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരെ ആളോട് പോയി ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ പറയും, പ്രശ്നമില്ലെങ്കിൽ ഇല്ലടാ എന്ന് പറയും. അപ്പോൾ അവിടെ തീർന്നു, എൻ്റെ മനസ്സിലെ ഭാരം അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് നീ പറയാനുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഞാൻ കൊടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാനല്ലേ. അതല്ലാണ്ട് ഞാൻ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാറില്ല. പക്ഷെ ഇത് ഇപ്പോൾ വായിച്ചത് ഇസ് വൺ ഓഫ് മൈ വേർസ്റ്റ് ഫിയേഴ്സ്. ഇറ്റ്സ് മൈ വേർസ്റ്റ് ഫിയർ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എൻ്റെ മനസ്സിനെ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോകാറില്ല. അത് ചിന്തിക്കാണ്ട് വിടുന്നതാണ് എൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ വിടാറില്ല. സോ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ യു ഫീൽ ലൈക്ക് യു ആർ ഓവർ തിങ്കിങ്, ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ് ആൻഡ് കാം യുവർ ആങ്സൈറ്റി? ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കങ്ങനെ ആങ്സൈറ്റി ഭയങ്കരമായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യും. അതിനുള്ള സ്റ്റെപ്സ് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞിട്ട്, പണ്ടൊന്നും വെച്ചാൽ മുമ്പ് ഇങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല എന്താണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓവർ തിങ്കിങ് ആണ്, അതുകൊണ്ട് ഞാൻ ഇത് നിർത്തണം എന്നുള്ളൊരു മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആങ്ഷ്യസ് ആവുമായിരുന്നു പണ്ട്. ഇപ്പൊ എനിക്ക് വൃത്തിക്ക് അറിയാം, ഞാൻ എന്തെങ്കിലും ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കാട് കയറുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ മനസ്സിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആങ്ഷ്യസ് ആവാറില്ല, ആങ്സൈറ്റി ഉണ്ടാവാറില്ല. സോ ഐ ടേക്ക് ഇറ്റ് ലൈക്ക് ഇത് ഞാൻ വെറുതെ ആലോചിച്ച് കൂട്ടുന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പവർ ഞാൻ നേടി. സോ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല. But yeah, what you have to do is, if you're asking me എൻ്റെ opinion from an overthinker to another overthinker, എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുകയാണ്. ആൻഡ് നമ്മൾ കാം ആവാൻ നോക്കുക. കുറേ സിറ്റുവേഷൻസ് അത് പോസിബിൾ അല്ല, പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യുക. ബിക്കോസ് ട്രസ്റ്റ് മീ, ഇറ്റ് വർക്ക്സ്. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഞാൻ വൈശാഖ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇൻഫാക്ട് ഇപ്പോഴും പുള്ളി പറയും, നീ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇത് മാറാൻ പോകുന്നുണ്ടോ? ഫൈൻ, നമ്മളിങ്ങനെ ചിന്തിച്ചോന്നിരിക്കട്ടെ. ഭയങ്കരമായിട്ട് ചിന്തിക്കണോ, നമുക്ക് സങ്കടം വരണോ, പക്ഷെ അത് ആ സിറ്റുവേഷൻ മാറുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം ആ സിറ്റുവേഷൻ മാറുന്നില്ല. നമ്മൾ എന്തെങ്കിലും അതിൽ ആക്ട് ചെയ്യുക. ഇപ്പോൾ ആരോടെങ്കിലും പ്രശ്നമാണെങ്കിൽ അതാണ് ഓവർ തിങ്കിങ്ങിന്റെ കാരണമെങ്കിൽ അയാളോട് പോയി സംസാരിക്കുക. അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാം. പിന്നെ നമ്മുടെ വർക്കിലാണ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സ്ട്രെസ് അല്ല ആൻസൈറ്റി എങ്കിൽ നമുക്ക് ചെയ്യാനുള്ള വർക്ക് നമ്മൾ സമയം എടുത്തിട്ടാണെങ്കിലും ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ സമയം ചോദിക്കുക, അങ്ങനെ. അപ്പം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ സൊല്യൂഷൻ ഇല്ലാണ്ട് ചുമ്മാ ഓവർ തിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇത് ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചത്. ആൻഡ് ഇറ്റ് ഹാസ് റിയലി ഹെൽപ്ഡ് കേട്ടോ. അപ്പോൾ വിത്ത് ദാറ്റ് ഐ തിങ്ക് നമുക്ക് നിർത്താല്ലേ. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് കുറേ സമയമായി എന്ന് തോന്നുന്നു. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. ഐഷ ചേച്ചിയുമായി ഫ്രണ്ട്ഷിപ്പിലായിട്ട് എത്ര വർഷമായി? ഐ തിങ്ക്
2016 ഞാൻ അവളെ കാണുന്നത്. 2016 to 2025 ഗോയിങ് സ്ട്രോങ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഐ തിങ്ക് ഒരു കൊല്ലത്തിൽ കുറവ് നമ്മളൊരു ബ്രേക്ക് എടുത്തിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ബുദ്ധിമുട്ടായിട്ട്. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ വിവ് ബീൻ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ദ ബോണ്ട് ഗെറ്റ് സ്ട്രോങ്ങർ. അപ്പോൾ ഐ തിങ്ക് എത്ര കൊല്ലമായി? അത്രയും കൊല്ലമായി. ഞാനിങ്ങനെ എണ്ണി വയ്ക്കാറില്ല, പക്ഷെ അത്ര കൊല്ലമായി. ആൻഡ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട്. സോ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ഞാൻ ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഇവന്റ് ഉണ്ട്. സോ അതിന് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫർദർ വീഡിയോസിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.